ഗൈസ്, നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഡൈനോസറിനെയാണ്. ആദ്യം ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കാം. ആദ്യം ഇങ്ങനെ തിരിച്ചിടാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുട്ടയില്ല അതുപോലെ മുട്ട വിരിഞ്ഞു വരുന്ന ഡൈനോസർ ആയിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഇഷ്ടമുള്ള പുള്ളികൾ വരച്ചു കൊടുക്കാം അല്ലേ? ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു വരച്ചു കൊടുത്തു. ഇനി ഒരു അതിൻ്റെ ചെറിയ വരച്ചു കൊടുത്തു. വരച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെയോ? ഇങ്ങനെ വരച്ചു കൊടുത്തു. എല്ലായിടും ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരയ്ക്കണം അല്ലേ? വായുടെ ഭാഗമാണോ ആദ്യം വരച്ചത്? തിരിച്ചാണോ വരയ്ക്കുന്നത് ആദ്യം? ഓക്കെ, വരച്ചു. ഇങ്ങനെ വരച്ച് ഇങ്ങനെ റാവോളെന്ന് വരച്ചു കൊടുക്കണം അല്ലേ? റാവോള് വരച്ച് കണ്ണ് വരയ്ക്കണം, റൗണ്ട് വരയ്ക്കണം അല്ലേ? ഇതെന്തിനു പടം വരുന്നു? ഡൈനോസർ. ഈ ഡൈനോസർ എന്ന് വെച്ചാൽ എന്ത് അർത്ഥം? പല്ലിയുടെ വർഗം എന്നല്ല, വലിയ പല്ലി എന്നാണ് അർത്ഥം. അടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ആക്കണം. പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കണം അല്ലേ? പിന്നെ ഇങ്ങനെ പല്ലിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ? കറക്റ്റ് അല്ലേ? വലിയ പല്ലിയല്ലേ ഈ ഡൈനോസർ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടെ 4 3 വരയ്ക്കാം. റൗണ്ട് ചെറിയ ചെറിയ സർക്കിളുകൾ വരച്ചു കൊടുക്കണം അല്ലേ? ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പണ്ട് ലോകത്തുള്ളതാന്നാ എനിക്കറിയുന്നത്. ഇപ്പൊ ഡൈനോസറുകളില്ലയോ? ഇല്ല, അത് മറ്റേ ഈ വോൾക്കാനോ അല്ലേ? വോൾക്കാനോ അല്ല, ഈ എന്തായിരുന്നു ഒരു മറ്റേ ഒരു ഉൽക്ക പോലത്തെ അത് വന്ന് പൊട്ടി അത് വന്ന് വീണു. ഡൈനോസറുകളൊക്കെ നശിച്ചു പോയി അല്ലേ? ഇനി അടുത്ത് ഇങ്ങനെ വരച്ചെടുക്കാം. ഇങ്ങനെ ഒരു വര കൊടുക്കാം. ഇങ്ങനെ ഒരു തെറ്റിപ്പോയി. ഇങ്ങനെ ഒരു വര കൊടുക്കാം. രണ്ട് കുത്തണം അല്ലേ? മൂക്കായിട്ടല്ലേ? ഓക്കെ, ഈ വലിയ കുത്ത് അതങ്ങനെയല്ലേ, ഇത് ഇങ്ങനെയാണ് വരച്ചത്. ഓക്കെ, ഇനി ഇങ്ങനെ റായോ കൂർമന പോലെ വെച്ചതോ റായോ എന്നൊക്കെ വരച്ചു കൊടുക്കാം അല്ലേ? ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാൻ രണ്ടും മിക്സ് ചെയ്താണ് വരയ്ക്കുന്നത്. മിക്സ് ചെയ്ത് വരയ്ക്കാം. ഇങ്ങനെടുത്ത് നമ്മൾ കളർ അടിച്ചിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കളർ അടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.